2025 ജോൺ സീന റിട്ടയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തെ റിട്ടയർ ചെയ്യിപ്പിക്കുന്നത് ആരായിരിക്കും, അദ്ദേഹത്തിന് റിട്ടയർമെന്റ് മാച്ചിലെ എതിരാളി ആരായിരിക്കും എന്നുള്ളതെല്ലാം തന്നെ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. റാൻഡി ഓർട്ടൺ, CM പങ്ക്, അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. കോഡി റോഡ്സിന്റെ പേരും കേൾക്കുന്നുണ്ട്. എന്നാൽ ജോൺ സീനയെ റിട്ടയർ ചെയ്യിപ്പിക്കാൻ ഏറ്റവും അർഹനായിട്ടുള്ളത് ആരാണെന്ന് അറിയാമോ? അത് മറ്റാരുമല്ല, മെക്കിൻടയർ തന്നെയാണ്. ഡ്രൂ മെക്കിൻടയർ. ഞാൻ എന്തുകൊണ്ടാണ് മെക്കിൻടയറിന്റെ പേര് പറഞ്ഞത്? വരൂ നമുക്ക് നോക്കാം. വെൽക്കം ടു വെനസ്ഡേ നൈറ്റ് സ്പെഷ്യൽ. രണ്ടുപേരുടെയും കരിയറാണ് ആദ്യം തന്നെ നമുക്ക് എടുത്തു നോക്കേണ്ടത്. WWE ദി ചൂസൺ വൺ എന്ന് പറഞ്ഞിട്ട് വിൻസ് മക്മാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഡ്രൂ മെക്കിൻടയർ. അതായത് അടുത്ത ഫേസ് ഓഫ് ദി കമ്പനി ആയിട്ട് മാറാൻ ചാൻസ് ഉള്ളത് ഈ ഒരു വ്യക്തിയാണ് എന്നുള്ളതായിരുന്നു വിൻസ് മെക്കിൻടയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്ലാൻ ചെയ്തതുപോലെ അല്ലായിരുന്നു കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. 3MB എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏറ്റവും മോശമായിട്ടുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിലേക്ക് മെക്കിൻടയർ ആഡ് ആവുകയും അദ്ദേഹത്തെ ഒരു കോമാളിയാക്കിയിട്ട് WWE കാണിക്കുകയും 2014 WWE നിന്നും റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മെക്കിൻടയർ അപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല. മറ്റു പല റെസ്ലിംഗ് പ്രൊമോഷനുകളിലും വർക്ക് ചെയ്ത് അവിടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വരെ നേടിക്കൊണ്ട് 2017 WWE തന്നെ വീണ്ടും റിട്ടേൺ ചെയ്യുകയുണ്ടായി. 2020 WWE ടോപ്പ് സ്റ്റാറായി മാറുകയുണ്ടായി. ആ വർഷത്തെ റോയൽ റംബിൾ വിജയിക്കുകയുണ്ടായി. ആ വർഷത്തെ റെസിൽമേനിയയിൽ ബ്രോക്ക് ലെസ്നറിനെതിരെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് വേൾഡ് ചാമ്പ്യനായി, WWE ചാമ്പ്യനായി മാറുകയും ചെയ്തു. പക്ഷെ അത്രയും വലിയൊരു സ്റ്റാറായിട്ട് 2020 മാറിയെങ്കിലും ലൈവ് ഫാൻസിന്റെ മുൻപിൽ നിന്നും ആഘോഷിക്കാൻ മെക്കിൻടയറിന് സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് റോയൽ റംബിൾ വിജയിച്ചതിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന എല്ലാ പേപ്പർ വ്യൂകളും COVID-19 എന്ന മഹാവ്യാധി വന്നതോടുകൂടി ഫാൻസുകൾ ആരുമില്ലാതെയായിരുന്നു നടന്നത്. പിന്നീട് ഫാൻസ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് റെസിൽമേനിയ 37 ടൈമിലായിരുന്നു. അപ്പോഴേക്കും മെക്കിൻടയറിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മെക്കിൻടയർ ബോബി ലാഷ്ലിക്കെതിരെ ഒരു മാച്ച് മാത്രമായിരുന്നു ആ ഒരു റെസിൽമേനിയ 37 മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അതിലും തോൽവി തന്നെയായിരുന്നു മെക്കിൻടയറിന് കിട്ടിയത്. ക്ലാഷ് അറ്റ് ദി കാസിൽ 2022 മെക്കിൻടയറിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതായിരുന്നു റോമൻ റെയിൻസിനെതിരെ. പക്ഷെ അതിലും അദ്ദേഹത്തിന് വിജയിക്കാനായില്ല. ഇതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ ജോൺ സീനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 16 തവണ ചാമ്പ്യനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ജോൺ സീന. 2025 അദ്ദേഹം റിട്ടയർ ചെയ്യുമെന്നുള്ളത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയുണ്ടായി. 2025 അദ്ദേഹം മുഴുവനായിട്ടും മത്സരിക്കും എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. WWE ലെജൻസ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് അത് എല്ലാവർക്കും മറക്കാനാകാത്ത ഒരു മുഹൂർത്തം തന്നെയായിരിക്കും. ആ ലെജൻസിനെ റിട്ടയർ ചെയ്യിപ്പിക്കുന്നത് ആരാണോ അവർക്ക് അതിനൊത്ത ഒരു പുഷും കൂടി WWE കിട്ടാറുണ്ട്. റെസിൽമേനിയ 24 ഷോൺ മൈക്കിൾസ് ആയിരുന്നു റിക് ഫ്ലെയറിനെ റിട്ടയർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. റെസിൽമേനിയ 30 അണ്ടർടേക്കറിന്റെ സ്ട്രീക്ക് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ബ്രോക്ക് ലെസ്നർ ആയിരുന്നു. ഇതിനെല്ലാം തന്നെ ശേഷം ഈ തോൽപ്പിച്ച റെസ്ലേഴ്സിന് ഭയങ്കര പുഷ് കിട്ടിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഏകദേശം 10 വർഷക്കാലത്തോളം WWE കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്ന ജോൺ സീനയുടെ റിട്ടയർമെന്റ് ആരാണോ റിട്ടയർ ചെയ്യിപ്പിക്കുന്നത്, ആരാണോ റിട്ടയർമെന്റ് മാച്ചിൽ മത്സരിക്കുന്നത്, അവർക്ക് ഇതിനേക്കാൾ വലിയൊരു പുഷ് തന്നെയായിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്. അത് മെക്കിൻടയർ ആയാൽ പൊളിച്ചെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ ഡ്രൂ മെക്കിൻടയറിന് ഓപ്പർച്യൂണിറ്റീസ് WWE നിന്നും വലുതായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. ഫാൻസിന്റെ മുൻപിൽ നിന്നും നല്ലൊരു ചാൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ മെക്കിൻടയറിന് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ജോൺ സീനക്കെതിരെ വിജയിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഡ്രൂ മെക്കിൻടയർ CM പങ്കിനെതിരെ ഒരു രക്ഷയുമില്ലാത്ത സ്റ്റോറിലും തന്നെയായിരുന്നു ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. 2024 ഏറ്റവും ബെസ്റ്റ് ഫ്യൂഡ് എന്ന് പറയാൻ പറ്റുന്നത് മെക്കിൻടയർ വേഴ്സസ് CM പങ്ക് തന്നെയാണ്. ഏറ്റവും മികച്ച വില്ലനായിട്ട് മെക്കിൻടയർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ തനിക്ക് WWE തരാതിരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി ജോൺ സീനയെ തോൽപ്പിച്ചുകൊണ്ട് ലൈവ് ഫാൻസിന്റെ മുൻപിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഡ്രൂ മെക്കിൻടയറിന് തന്റെ കരിയറിൽ കിട്ടാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബിഗസ്റ്റ് മൊമെന്റ് തന്നെയായിരിക്കും ഇത്. ജോൺ സീന ഒരു ഫേസ് ക്യാരക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് WWE ഇപ്പോഴുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഹീൽ ക്യാരക്ടർ തന്നെയാണ് ഡ്രൂ മെക്കിൻടയർ. അദ്ദേഹത്തെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ സീനക്ക് പറ്റിയൊരു എതിരാളി തന്നെയായിരിക്കും. സീനയ്ക്ക് അത്രത്തോളം വലിയൊരു ഹീറോയിസം വരുന്നതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. ജോൺസീനക്കെതിരെ മത്സരിക്കുന്ന ആ ഒരു മാച്ചിൽ മെക്കിൻടയർ വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി വരാൻ വേണ്ടി പോകുന്ന എല്ലാ വർഷങ്ങളിലും ഏറ്റവും ബെസ്റ്റ് ഹീലായിട്ട് മെക്കിൻടയറിന് മാറാൻ സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. ഇവർ തമ്മിലുള്ള ഫ്യൂഡ് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കുകയാണെങ്കിൽ മെക്കിൻടയർ ഇപ്പോൾ ഫുൾ ടൈം റെസ്ലറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ജോൺസീന ആണെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം റെസ്ലറായിട്ടാണ് WWE വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ഫുൾ ടൈം റെസ്ലറിനില്ലാത്ത എന്താണ് പാർട്ട് ടൈം റെസ്ലറിന് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം വെച്ചിട്ട് വേണമെങ്കിൽ മെക്കിൻടയറിന് ജോൺ സീനക്കെതിരെ പോകാവുന്നതാണ്. അതുപോലെ ഇവർ തമ്മിലുള്ള മാച്ച് ഒരിക്കലും റെസിൽമേനിയയിൽ നടക്കരുത്. കാരണം റെസിൽമേനിയയിൽ ജോൺ സീനയ്ക്ക് ഒരു വിജയം നടക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. റെസിൽമേനിയയിൽ വേറെ ഏതെങ്കിലും റെസ്ലറിനെതിരെ ജോൺ സീന മത്സരിക്കട്ടെ, അതിൽ ജോൺ സീന വിജയിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം സമ്മർ സ്ലാമിലേക്ക് ഇവർ തമ്മിലുള്ള ഫ്യൂഡ് പോകട്ടെ. സമ്മർ സ്ലാമിൽ ജോൺ സീന വേഴ്സസ് ഡ്രൂ മെക്കിൻടയർ തമ്മിലുള്ള ഒരു മാച്ച് നടക്കട്ടെ. അതിൽ ജോൺ സീനയെ തോൽപ്പിച്ചുകൊണ്ട് മെക്കിൻടയർ മികച്ച താരമായി മാറട്ടെ. പക്ഷേ ആ ഒരു മാച്ച് അത്രയും കിടിലൻ മാച്ചായിട്ട് തന്നെ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജോൺ സീനയുടെ നല്ല പെർഫോമൻസ് കാരണം
അല്ലാതെ അണ്ടർടേക്കറിനെതിരെ റസൽമേനിയയിൽ മത്സരിച്ച ആ ജോൺ സീനയല്ല നമുക്കെല്ലാവർക്കും വേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ നടക്കേണ്ട കഥ ഇങ്ങനെയാണ്. റോയൽ റംബിൾ 2025 ജോൺ സീന വിജയിക്കുന്നു. റസൽമേനിയ 41 ഏതെങ്കിലും ഒരു വേൾഡ് ചാമ്പ്യനെതിരെ ജോൺ സീന മത്സരം വെക്കുന്നു, അതായത് ചലഞ്ച് ചെയ്യുന്നു. റസൽമേനിയ 41 ആ ഒരു ചാമ്പ്യനെ തോൽപ്പിച്ചുകൊണ്ട് ജോൺ സീന 17ാമത്തെ ടൈറ്റിൽ സ്വന്തമാക്കുന്നു. 17ാമത്തെ ടൈറ്റിൽ വിജയിച്ചതിന് ശേഷം സമ്മർ സ്ലാം വരെ ജോൺ സീന തന്നെ ചാമ്പ്യനായി തുടരുന്നു. ഡ്രൂ മെക്കിൻഡറിന് ഫാൻസിന്റെ മുൻപിൽ നിന്നും വിജയിക്കാൻ കഴിയാതിരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ചാമ്പ്യൻഷിപ്പ്, ജോൺ സീനയുടെ അവസാനത്തെ ചാമ്പ്യൻഷിപ്പ് ഡ്രൂ മെക്കിൻഡർ സമ്മർ സ്ലാം 2025 ജോൺ സീനയ്ക്കെതിരെ മത്സരിച്ച് നേടിയെടുക്കുന്നു. ഞാൻ സമ്മർ സ്ലാമിനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 2025 നടക്കാൻ വേണ്ടി പോകുന്ന സമ്മർ സ്ലാമാണ് WWE ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 ദിവസങ്ങൾ വെച്ച് നടത്തുന്നത്. അതായത് റസൽമേനിയ ഡേ 1 ഡേ 2 നടത്തുന്നത് പോലെ 2025 സമ്മർ സ്ലാമും ഡേ 1 ഡേ 2 വെച്ച് നടത്തുന്നതാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിലെ ഏതെങ്കിലും ഒരു ദിവസത്തെ മെയിൻ ഇവന്റ് ആയിട്ട് ജോൺ സീനയുടെ മാച്ചും വന്നാൽ പൊളിച്ചെടുക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ മെക്കിൻഡർ വേഴ്സസ് സീന തമ്മിലുള്ള മാച്ച് വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ ഉടനെ തന്നെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.